മലപ്പുറം തിരൂർ ബസ് സ്റ്റാൻഡിൽ ഇന്നലെ രാവിലെ 11 മണിയോട് കൂടിയാണ് ബസ് കയറാൻ നിന്ന കുട്ടിയുടെ കഴുത്തിലെ മാല മോഷ്ടാക്കൾ പൊട്ടിക്കുന്നത്. മോഷ്ടാക്കൾ ഈ മാല പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ പദ്ധതിയോട് കൂടിയിട്ടാണ് 2 തട്ടമിട്ട സ്ത്രീകൾ ഈ അമ്മയ്ക്കും കുട്ടിക്കും അരികിലേക്ക് എത്തുന്നതും കൃത്യതയോടുകൂടി ഈ മാല പൊട്ടിക്കുന്നതും. വൈരങ്കോട് ക്ഷേത്രത്തിലെ വേലയ്ക്കായി വന്നതാണ് ഈ അമ്മയും കുഞ്ഞും. ബസ് കയറാനുള്ള തിരക്കിനിടയിൽ കുട്ടിയുടെ മാല മോഷ്ടിച്ച ഈ അമ്മ അറിയുന്നില്ല. പിന്നീട് ക്ഷേത്രത്തിലെത്തി കുട്ടിയുടെ ഷർട്ട് ഊരിയപ്പോഴാണ് കഴുത്തിലെ മാല കാണാനില്ല എന്ന വിവരം ഈ കുടുംബം മനസ്സിലാക്കുന്നത്. പിന്നീട് ആ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുന്നു. ഒടുവിൽ ഇവിടെ നിന്നല്ല നഷ്ടപ്പെട്ടത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ബസ്സുകാരുമായി ബന്ധപ്പെടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടുമെന്നതാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഇത്തരം മോഷണ സംഭവങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിരം സംഭവങ്ങളായി മാറുകയാണ്. ജനങ്ങൾ ആശങ്കയിലാണ്. എത്രയും വേഗം ഇത്തരം പ്രതികളെ പിടികൂടണം എന്നുള്ളതാണ് പൊതുജനത്തിൻ്റെയും പ്രധാന ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം വി സോണൽ കൃഷ്ണ, റിപ്പോർട്ടർ തിരൂർ.